നമ്മൾ തുടർന്ന് വന്ന യാത്ര, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ യാത്ര തുടരുകയാണ്. ഈശോ 26 വാക്യം, ലൂക്ക 24:26, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? 27 വായിക്കാം. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ബൈബിളിൻ്റെ ഇയർ കൂടിയാൽ മതി. ഇതെന്താണ്? അതായത് ഈ 27 വാക്യത്തിൽ പഴയ നിയമം മുതൽ, ഉൽപ്പത്തി പുസ്തകം മുതൽ ബൈബിളിൽ ഉടനീളം നമ്മൾ എങ്ങനെയാണ് യേശുവിനെ കണ്ടെത്തുന്നത്, എങ്ങനെയാണ് ബൈബിളിലൂടെ യേശു ഇങ്ങനെ വിരിഞ്ഞ് 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 തെളിഞ്ഞു വരുന്നത്, അത് മനസ്സിലാക്കാനാണ് നമ്മുടെ ബൈബിൾ ടൈം ലൈൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബൈബിളിൻ്റെ ഇയർ എന്ന പ്രോഗ്രാമിൽ പങ്കുചേരുക. അത് ഏത് സമയത്ത് നിങ്ങൾക്ക് ചേരാം. ഇന്നിപ്പോൾ എത്ര? 146 ആണോ? അപ്പോൾ നിങ്ങൾക്ക് അതിലേത് സമയത്തും പങ്കുചേരാം. ഇത് നിങ്ങൾ 1ാമത്തെ ദിവസമായിട്ട് ഇത് തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്ര പേരുണ്ടെന്ന് കൈവെക്കാമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. മുടങ്ങാതെ കൂടുന്നവരുടെ കാര്യം ഞാൻ ചോദിച്ചു. ആണോ? ഒന്ന് കൈവെക്കിക്കാൻ നോക്കട്ടെ. ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ അത് കൂടുന്നത് നല്ലതാണ്. കാരണം അത് ഒത്തിരി നമ്മുടെ ധാരണകളെ തിരുത്തും, ഒത്തിരി വിശ്വാസം നമ്മളിൽ വർദ്ധിപ്പിക്കും. ഒരുപാട് കാര്യം എന്നോടൊരു നമ്മുടെ സഭയിലെ വളരെ ഇൻ്റലക്ച്വലായ ഞാനൊക്കെ ഒത്തിരി ബഹുമാനത്തോടെ കാണുന്ന ഒത്തിരി ഒരു സഭയ്ക്കൊക്കെ ഒരു ദിശാബോധം കൊടുക്കാൻ മാത്രം പരിശുദ്ധാത്മാവ് അത്രയും കൃപ കൊടുത്തിട്ടുള്ള ഒരു വലിയൊരു അച്ഛനുണ്ട്. പേര് ഞാൻ പറയണില്ല. അപ്പോൾ ആ അച്ഛൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ ബൈബിളിനെ ഏറി കൂടുന്നുണ്ട്, എൻ്റെ ഒത്തിരി ഇൻ്റലക്ച്വൽ കോൺഫ്ലിക്റ്റുകൾ മാറി എന്ന് അദ്ദേഹം ഒരു സാക്ഷ്യം പോലെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ചോട്ട ആളുകളല്ല, ഇത് വലിയ ആളുകളാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷമായി. എനിക്ക് ഭയങ്കര എന്നെ വല്ലാതെ അതങ്ങോട്ട് ശക്തിപ്പെടുത്തി. കാരണം ഞാനൊക്കെ അങ്ങനെ അത്രയും നല്ല ഒരു ഉയർന്ന നിലയിൽ കാണുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ അത് കൂടുമ്പോൾ എൻ്റെ ഒരു വലിയ ഇൻ്റലക്ച്വൽ കോൺഫ്ലിക്റ്റ് മാറി എന്ന് പറഞ്ഞു. ബൈബിളിൽ എനിക്കിപ്പോൾ നല്ലതായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം സത്യസന്ധമായിട്ടൊരു ടെസ്റ്റിമണി പറഞ്ഞാണ്. ഞാൻ പറയുന്നത് അത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് നിങ്ങൾ ആരും ഇത് കേട്ടിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അറിവിന് വേണ്ടി പറയുകയാണ്. ഈ മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും തന്നെക്കുറിച്ച് പറഞ്ഞത് അവൻ അവർക്ക് വിശദീകരിച്ച് കൊടുത്തു. കുർബാനയ്ക്ക് മുമ്പ് അതുകൊണ്ടാണ് വചനപ്രഘോഷണം ഉള്ളത്. അച്ഛൻ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ പ്രസംഗിക്കാൻ പറ്റും. അതുകൊണ്ടെല്ലാം ആവില്ല. അപ്പോൾ നമുക്ക് ബൈബിൾ നമ്മൾ തന്നെ പഠിക്കണം. നമ്മളങ്ങനെ പഠിച്ച് ബൈബിളിനെ സ്നേഹിച്ചാൽ, ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ്, നമ്മൾ ബൈബിളിനെ സ്നേഹിച്ചാൽ ദൈവം നമ്മളെ കൈവെള്ളയിലെടുത്ത് കൊണ്ട് നടക്കും. ദിസ് ഈസ് മൈ ടെസ്റ്റിമണി. മനസ്സിലായോ? ദൈവം നമ്മളെ കാത്തു പരിപാലിക്കും, ഭയങ്കര സ്നേഹം തരും. എനിക്ക് എൻ്റെ ടെസ്റ്റിമണിയാണ്, നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. അതെ, നമ്മളോട് ഭയങ്കരമായൊരു സ്നേഹം ഈശോയ്ക്ക് എപ്പോഴും ഉണ്ടാവും. അത് എവിടെ പോയാലും കർത്താവ് എനിക്ക് തോന്നുന്നൊരു കാര്യം, അഹങ്കാരം നിങ്ങൾ വിചാരിക്കരുത്, എനിക്കെപ്പോഴും ഇങ്ങനെ തോന്നും, കർത്താവ് നമ്മളെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ മത്സരിക്കുന്നത് പോലെ തോന്നും. സ്നേഹിക്കുന്നുണ്ടോ, ശരിക്കും നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മളെ അങ്ങനെ മത്സരിച്ച് സ്നേഹിക്കുന്ന പോലെ എനിക്ക് തോന്നും. അതായത് അങ്ങനെ നമ്മളെ, ഈ പാവപ്പെട്ട നമ്മളെ, പാപികളായ നമ്മളെ, ഒരു വിലയില്ലാത്ത നമ്മളെ സർവശക്തനായ ദൈവം സ്നേഹിക്കും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ പുസ്തകം എൻ്റെ 8ാമത്തെ ബൈബിളാണിത്. ബാക്കിയെല്ലാം വായിച്ച് കീറിയതാണ്. മനസ്സിലായോ? കഴിഞ്ഞ ബൈബിൾ മാറ്റാനുണ്ടായ കാരണം റോമാലേഖനം 6-ാം അധ്യായം നോക്കിയപ്പോൾ കാണാനില്ല. ഒത്തിരി പാടുപെട്ടിട്ടാണ് അപ്പുറത്ത് കീറിയിരുന്നത് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് അത് മാറ്റിയത്. ഇതിപ്പോൾ 8ാമത്തെ ബൈബിളാണ്. ഇതും അധികം താമസിക്കാതെ കീറും. വായിച്ച് ഇത് നമ്മുടെ കയ്യിലിരുന്ന് കീറിപ്പറിയണം. നിൻ്റെ ബൈബിളിൻ്റെ താള് കീറുന്നതനുസരിച്ച് നിൻ്റെ ചങ്ക് കീറും. ഇതിൻ്റെ ജീവിതം ദൈവം തിരുത്തി എഴുതും. അപ്പോൾ അതുകൊണ്ട് ബൈബിളിനെ സ്നേഹിച്ചാൽ ബൈബിളിനെ സ്നേഹിക്കുന്നവരെ യേശു സ്നേഹിക്കും. ഇത് കർത്താവിൻ്റെ അരുള. ഞാൻ എൻ്റെ ടെസ്റ്റിമണിയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇത് അത്രയും നിങ്ങൾക്ക് ഇത് നഥാനിയേലിനോട് ഈശോ എന്താ പറഞ്ഞേ? നഥാനിയേലിൻ്റെ വേറൊരു പേര് പറ. ബർത്തലോമിയാണ് നഥാനിയേൽ. നഥാനിയേലിനോട് ഈശോ എന്താ പറഞ്ഞേ?
അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ നോട്ട് ചെയ്തതാണ്. അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയെന്ന് ബൈബിളിൽ പറഞ്ഞാൽ പഴയ നിയമത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തിരുവെഴുത്തുകൾ പഠിക്കുക എന്ന് അതിനൊരർത്ഥമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, എടാ പൊന്നു കൊച്ചേ, നീ ബൈബിള് ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്നെ ഞാൻ നോട്ട് ചെയ്താന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ അത്ര ഒരു സ്നേഹം. അതുകൊണ്ട് ഇവിടെ വന്ന് ദിവ്യകാരുണ്യത്തിന് വന്നിരിക്കുന്ന എല്ലാ ആളുകൾക്കും, ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് വന്നിരിക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമായ എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബൈബിളിനെ അങ്ങോട്ട് ചങ്ക് പറഞ്ഞ് സ്നേഹിക്കണം. സിസ്റ്റർമാരൊക്കെ ഒരു 10 മിനിറ്റ് കിട്ടിയാൽ ബൈബിൾ തുറന്ന് അങ്ങോട്ട് വായിച്ചുകൊണ്ടിരിക്കണം. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണാൻ തന്നെ എന്നാ ശീലമെന്നറിയാം. ഇപ്പോൾ നമ്മളൊരു 3-4 ലെയർ പൊട്ടിയൊന്നും ഇട്ടില്ലേലും നല്ല ഭംഗിയായിരിക്കും. മനസ്സിലായോ? സിസ്റ്റേഴ്സിനെയൊക്കെ ബൈബിൾ വായിക്കുന്നൊരു സിസ്റ്ററാണെ കാണാൻ തന്നെ ഒരു ശീലം ഉണ്ടാവും. എനിക്ക് മറക്കാനാവാത്തൊരു കാഴ്ചയുണ്ട്. അതിൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്താണെന്നറിയോ? ഞാൻ തൊടുപുഴ കൺവെൻഷന് പോവാം. തിരുവനന്തപുരത്ത് നിന്ന് കാറയിലാണ് പോണേ. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൊടുപുഴ ജംഗ്ഷനിൽ നല്ല ട്രാഫിക്, നല്ല ബ്ലോക്കുണ്ട്. അപ്പോൾ വണ്ടി വളരെ പതുക്കെ ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങുന്നൊരു പരുവത്തിലാണ്. അപ്പം ഞാൻ കാണുകയാണ് ഒരു കൊച്ചു കന്യാസ്ത്രീ, ഒരു കൊച്ചു സിസ്റ്റർ, ഒരു 26-27 വയസ്സ്, കഷ്ടിച്ച് കാടിൽ അത്രയും പോലും പ്രായം കാണില്ല, നല്ല മിടുക്കി ഒരു സിസ്റ്റർ. ഞാൻ കാണുകയാണ് ഒരു ബൈബിളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായത്. അപ്പോൾ സിസ്റ്റർ നല്ല അഭിമാനത്തോടെ ബൈബിൾ ഇങ്ങനെ, അപ്പോൾ ആ സിസ്റ്റേഴ്സ് അല്ലേ, നമ്മുടെ കൂട്ടല്ല, ഇവർ നല്ലതായിട്ട് ഇങ്ങനെ നല്ല പടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ, ആ സിസ്റ്റർമാരെ പോയി കണ്ടോ ഒന്ന് പൊക്കി കാണിച്ചത്. സിസ്റ്റേഴ്സിൻ്റെ എല്ലാ ബൈബിളും അങ്ങനത്തെയാണ്. ഒന്ന് പൊക്കി കാണിച്ചു കണ്ടോ? കണ്ടോ? അതായത് നമ്മൾ ഈ ഇങ്ങനത്തെ. അപ്പോൾ അവർ നല്ല പടമൊക്കെ വെച്ചിട്ട്, അവർ കലാകാരികളാണ് അടിസ്ഥാനപരമായിട്ട് അവർ. അപ്പോൾ അവർ നല്ല ബൈബിളൊക്കെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ സൂക്ഷിക്കും. വായിക്കത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അല്ലല്ല, ഞാൻ ഇത് പറയാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് വായിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ തിരുവെഴുത്തുകൾ വ്യാഖ്യാനിച്ച് കിട്ടിയാലേ വിശുദ്ധ കുർബാനയുടെ അർത്ഥം മനസ്സിലാവത്തുള്ളൂ. ഞാൻ പറയാൻ വന്നത് ഇതാണ്. അതായത് വിശുദ്ധ ലിഖിതങ്ങളിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത്. അതുകൊണ്ട് ബൈബിളിനോട് നല്ല പരിചയം ഉണ്ടെങ്കിൽ ഒത്തിരി ഞാൻ നേരത്തെ പറയാൻ വന്ന കാര്യം ഇതാണ്. എനിക്ക് ഒത്തിരി വിഷമം വന്ന ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകുമായിരുന്നു. ഞാൻ ഇവിടെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതായത് പശ്ചാത്തലം എന്തെന്ന് വെച്ചാൽ, ഈ ലൈവ് ആയതുകൊണ്ടും പ്രൈവസി കൺസേൺ ഉള്ളതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും പറയാൻ പറ്റില്ല. അതായത് ഒരാൾ എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ്. ഉപദ്രവം ഏത് രീതിയിലും ആവാം കേട്ടോ, ഏത് രീതി, നിങ്ങളുടെ ഇമാജിനേഷൻ, വൈൽഡ് ഇമാജിനേഷൻ ഞാൻ വിടുകയാണ്. ഒരാൾ എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ്. എനിക്ക് ഉപദ്രവം ആദ്യത്തേതൊന്നുമല്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഏത് ദൈവ ശുശ്രൂഷകർക്കും ഉള്ളതുപോലെ ഉപദ്രവം നമുക്ക് പല രീതിയിലുണ്ട്. പക്ഷേ എൻ്റെ അപ്പോഴത്തെ പ്രശ്നം, എന്നെ ഉപദ്രവിക്കുന്ന ആൾ മറഞ്ഞിരുന്നാണ് അറ്റാക്ക് ചെയ്യുന്നത്. ആളുടെ ഐഡൻറ്റിറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ ഈ ഉപദ്രവിക്കുന്ന ആൾ എന്നെ വളരെ സിവിയറായിട്ട് മെൻ്റൽ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഹൂസ് ഐഡൻറ്റിറ്റി ഈസ് അൺനോൺ. കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് മെയിൽ വരും. എനിക്ക് മൗണ്ട് കാർമലിൻ്റെ ഇമെയിൽ തുറക്കാൻ വയ്യ. വിതൗട്ട് എനി സിംഗിൾ എക്സാജറേഷൻ ഞാൻ പറയട്ടെ, 540 ഇമെയിൽ ഈ അഡ്രസ്സിൽ നിന്ന് വന്ന ദിവസമുണ്ട്. 540 ഇമെയിൽ നമുക്ക് തുറക്കാൻ വയ്യ. മൗണ്ട് കാർമലിൻ്റെ ഇമെയിൽ തുറക്കാൻ വയ്യ. നമുക്ക് ആദ്യമൊക്കെ ഞാൻ അതിനെ ഒരു നേരം പോക്കായിട്ട് വിട്ടു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതെന്തോ ഒരു പ്ലാൻഡ് അറ്റാക്ക് പോലെ തോന്നുകയാണ്. അപ്പോൾ അതെന്നെ വല്ലാതെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതേ സമയത്ത് തന്നെയാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വലിയ ഫൈനാൻഷ്യൽ ലയബിലിറ്റിയും പെട്ടെന്നുണ്ടാവുകയാണ്. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുമായിരുന്നു. അപ്പം നോർമലി എൻ്റെ ഫ്രണ്ടാണ് കോൺട്രാക്ടർ. അപ്പോൾ അദ്ദേഹം ഈ കുറേശ്ശെ പണി ചെയ്യുന്നതനുസരിച്ച് പൈസ വാങ്ങിക്കൊണ്ട് പോവുകയായിരുന്നു പതിവ്. എന്നാൽ അദ്ദേഹം പല സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് റോൾ ചെയ്യാൻ പണം ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ അടുത്തുനിന്ന് വാങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓഫീസിൽ നിന്ന് പണം വാങ്ങുന്നില്ല, ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഇതിങ്ങനെ കൂടി വന്നിട്ട് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറി. അപ്പോൾ ഒരു ദിവസം എന്നോട് ഈ കോൺട്രാക്ടറുടെ സൂപ്പർവൈസർ വന്നിട്ട് പറയണം, ഈ കോൺട്രാക്ട് അച്ഛൻ കുറേ പണം കൊടുക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഹ്യൂമിലിയേഷനായി. അപ്പം ഞാൻ ഈ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്നാ പരിപാടിയാണ് കാണിച്ചേ? നീ അത് കുറേശ്ശെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണ്ടേ? ബില്ലെല്ലാം കൂടെ വേഗം എടുക്ക്, സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ബില്ലെല്ലാം കൂടെ അയാൾ സബ്മിറ്റ് ചെയ്തപ്പോൾ
65 ലക്ഷം രൂപയുണ്ട്. 65 lakhs. ഞാൻ ഓഫീസിലേക്ക് വിളിച്ച് അക്കൗണ്ട് നോക്കുമ്പോൾ ഹാർഡ്ലി 5 ലക്ഷം രൂപയുണ്ട് ബാലൻസ്. പറഞ്ഞും പോയി ബില്ലെല്ലാം കൊണ്ടുപോയി ഇപ്പോൾ സെറ്റിൽ ചെയ്യാന്ന്. ഇപ്പോൾ കൊടുക്കാനാണ് കാശില്ലാതാനും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ചോദിക്കാൻ പാടില്ല, കടം വാങ്ങാൻ പാടില്ല, ലോൺ എടുക്കാൻ പാടില്ല. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇനി വേറെ ഒരു വഴിയില്ല. അപ്പോൾ അതെന്നെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ഞാൻ ഓർക്കാണ്, ദൈവം ഇത്രയും പണം എവിടെ നിന്നുണ്ടാക്കും? എല്ലാ വഴികളും ദൈവം കൈ കെട്ടിയിട്ടിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, ദൈവം തന്നാലേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുന്നു. മറുവശത്ത് എനിക്ക് ഇവിടുന്ന് ഒരു അൺനോൺ കോർണറിൽ നിന്ന് എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു തരത്തിൽ വളരെ സർവൈവ് ചെയ്യാൻ എനിക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും അങ്ങോട്ട് മനസ്സമാധാനത്തോടെ ചെയ്യാൻ പറ്റും. ഒരു മാനുഷിക സാധനമാണെങ്കിൽ കുറച്ചുകൂടി ഒരു സാധനം ഒരു ബലം കിട്ടും. എന്നാൽ ഒരു സൈറ്റനിക് സാധനമാണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കര രൂക്ഷമായ ഇൻറ്റൻസിറ്റി ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഓരോ ദിവസം, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഭയങ്കര പൈശാചിക അറ്റാക്കാണല്ലോ ദൈവമേ എന്ന് മനസ്സിലായി. എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യും? ആരാന്നറിഞ്ഞാലല്ലേ വിളിച്ചിട്ട് വേണമെങ്കിൽ 2 ഇട്ടി കൊടുത്തിട്ട് ശരിയാക്കാൻ പറ്റുമോ? ആരാന്നറിയണ്ടേ? ആരാന്നറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞ ഈ തിരുവെഴുത്തുകളിലൂടെ ദൈവം സംസാരിക്കും, അദ്ദേഹം പറയുന്നത്. ഞാൻ അങ്ങനെ വല്ലാതെ വിഷമിച്ചിങ്ങനെ നടക്കുമ്പോൾ, ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ, ചിന്തിക്കാതെ, ഓഫ് ഹാൻഡായിട്ട് ഒരു വചനം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി വരികയാണ്. അങ്ങനെ വരും. നിങ്ങൾ കേട്ടോണം അത്. അതായത് നമ്മൾ എപ്പോഴും ബൈബിൾ വായിക്കാനും പഠിക്കാനും താല്പര്യം കാണിച്ചാൽ നമുക്ക് ചില സമയത്ത് ഒരു മെസ്സേജ് പോലെ വചനം ഇങ്ങനെ കയറി വരും. അത് ദൈവം പരിശുദ്ധാത്മാവ് ലൂക്ക് 12:12 തക്ക സമയത്ത് എന്ത് പറയണം, എങ്ങനെ പറയണമെന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ തരും ആ സമയത്ത്. അപ്പോൾ ഒരു വചനം ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഓർക്കുന്നുണ്ട് കൃത്യമായിട്ട്, അത്രയും പേഴ്സണലായി അത്രയും നമ്മളെ ബാധിച്ചൊരു വിഷയമായതുകൊണ്ടാണ് വിശദാംശങ്ങളൊക്കെ പറയുന്നത്. കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കറിയാം ഒരു വചനം ഇങ്ങനെ പോപ്പിംഗ് അപ്പ്. വചനം ഇതാണ്: സോളമൻ ഗിബയോനിലെ പൂജാഗിരിയിലേക്ക് പോയി, അവിടെ അവൻ 1000 ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വച്ച് ദൈവമായ കർത്താവ് ക്ഷനായി അവനോട് ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് വരമാണ് തരേണ്ടത്? അങ്ങനെ തന്നെ നടന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം സീനായി മലയിൽ തീ ഇറങ്ങി വന്നു, പർവ്വതം മുഴുവൻ തൂമ, അത് ലിറ്ററലി അങ്ങനെ നടന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കടൽ പിളർന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പിളർന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാറയിൽ നിന്ന് വെള്ളം വന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വിസിബിളായിട്ട് വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊന്നും ഫിഗറേറ്റീവ് ആണെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഐ ടേക്ക് ഇറ്റ് ലിറ്ററലി. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇരുന്നിട്ട് എൻ്റെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകാണ്. ഞാനിങ്ങനെ പറഞ്ഞ, കർത്താവേ അങ്ങ് എന്നോട് സംസാരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി, സംസാരിച്ചെന്താന്ന് എനിക്ക് മനസ്സിലായി. 1000 ബലി അർപ്പിച്ചപ്പോൾ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു, നിനക്ക് എന്നാ വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് എനിക്കുള്ള മെസ്സേജാണ്, 1000 കുർബാന അർപ്പിച്ചാൽ നീ പ്രത്യക്ഷപ്പെടും. ഞാൻ ചിന്തിക്കുകയാണ്, ഒരു പൊട്ടനെ പോലെ ഞാൻ ചിന്തിക്കുകയാണ്, 1000 കുർബാന അർപ്പിച്ചാൽ നീ പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാൻ 2 കാര്യങ്ങൾ ചോദിക്കും. എന്തൊക്കെയാണ്? ഒന്ന്, ആരാണ് ഈ എന്നെ ഉപദ്രവിക്കുന്ന ആള്? ഐഡന്റിറ്റി എനിക്ക് വെളിപ്പെടുത്തിയത്. രണ്ടാമത്തെ കാര്യം, എനിക്കൊരു 65 ലക്ഷം രൂപ വേണം. നിങ്ങൾ പലരും പറഞ്ഞില്ലേ, ഇപ്പം പലരും എന്നോട് ചോദിച്ചു, അതായത് അച്ഛൻ ഞങ്ങളും നടക്കുന്നില്ലെന്ന്. വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെക്കാൾ ഒട്ടും പുണ്യം എനിക്ക് കൂടുതലില്ല, പ്രാർത്ഥന എനിക്ക് കൂടുതലില്ല, നിങ്ങളെക്കാൾ ഒട്ടും വിശുദ്ധി എനിക്ക് കൂടുതലില്ല, നിങ്ങളുടെ അത്രയും പോലും ചിലപ്പോൾ അറിവ് എനിക്കുണ്ടാവില്ല. നിങ്ങളെക്കാളും വിശ്വാസം എനിക്കുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ, അതായത് വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 10 മണിക്ക് കുർബാന തുടങ്ങി. 11-12 മണിയായപ്പോൾ എനിക്ക് ഇമെയിൽ അയച്ച് ഒരു പ്രത്യേക രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ആൾ മൗണ്ട് കാർമലിൽ ഞാൻ കുർബാന ചൊല്ലുന്ന ആ ഹോളിനകത്ത് എത്തി. അപ്പോൾ എനിക്കറിഞ്ഞുകൂടാ ഈ ആളാന്ന്. എനിക്കറിഞ്ഞുകൂടാ ആളാരാ, നമുക്കറിഞ്ഞൂടല്ലോ. ആ ആള് അതായത് പുകയിടുമ്പോൾ പാമ്പ് വെള്ളി ചാടുന്ന പോലെ ഇവിടെ വന്നിരിക്കുകയാണ്. ആൾ വന്നിരിക്കുന്ന ഒരുപാട് ദൂരെ നിന്നാണ്, അവിടെ വന്നിരിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോൾ അപ്പോൾ എൻ്റെ കൂടെയുള്ള അച്ഛന്മാരോടൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം, ഈ എനിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഞാൻ അവിടെ അച്ഛന്മാരോടെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അവർക്കറിയാം. ഒരു 7 മണിയായപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു കൊച്ചച്ഛൻ ഓടി എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, അച്ഛാ
മറ്റേ ആളെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എങ്ങപ്പോൾ വന്നു? ഉച്ചയ്ക്ക് വന്നതാണ്, 12 മണിക്ക് വന്നതാണ്. അന്നേരം മുതൽ അവിടെ നിൽക്കുന്നുണ്ട്. ക്യാമറ ഞങ്ങൾ പരിശോധിച്ചു, 12 മണിക്ക് എത്തിയതാണ്. അന്നേരം മുതൽ അവിടെ നിൽക്കുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോഴാണ് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് സംശയം തോന്നിയപ്പോൾ ഞങ്ങൾ ആളെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ചുരുക്കി പറയാം, അന്ന് രാത്രി 9 മണിക്ക് മുമ്പ് ആ വ്യക്തിയിൽ നിന്നുണ്ടായ എല്ലാ പ്രശ്നങ്ങളും എന്നേക്കുമായി പരിഹരിക്കപ്പെട്ടു. അന്ന് ഞാൻ അത് കഴിഞ്ഞ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആന്ധ്രാപ്രദേശിൽ ഓങ്കോളിൽ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ, ഒരു മിഷൻ വർക്ക് ചെയ്യുന്ന സിസ്റ്ററുണ്ട്, നമ്മളുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പോൾ ആ സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഡാനിലച്ചാ ഒരു ഫാമിലി കുറേ ദിവസങ്ങളായിട്ട് അച്ഛനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ധ്യാനകേന്ദ്രമായിട്ടൊക്കെ കണക്ട് ചെയ്തു. അവർക്കൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം അച്ഛനോട് പറയാനാണ്, ഞാൻ നമ്പറൊന്ന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്ക്, ഇപ്പോൾ വിളിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ അവർ വിളിച്ചു, ഒരു ഫാമിലി വിളിച്ചിട്ട് അവരെന്നോട് പറയുകയാണ്, ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ്, ഞങ്ങൾക്ക് ഒരു ആൻസെസ്റ്റർ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ഞങ്ങളത് വിറ്റു. അപ്പോൾ ആ പണം എന്ത് ചെയ്യണമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡിനും വൈഫിനും തമ്മിൽ 2 ഒപ്പീനിയൻ ആണ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങളത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് സമയം കെട്ടണം, ഉച്ചയ്ക്ക് 12 മണിക്ക് കുർബാനയ്ക്ക് പോയി ഞങ്ങൾ 2 പേരും കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ അച്ഛൻ്റെ മുഖം ഞങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. എപ്പോഴാ? കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഹസ്ബൻഡ് വൈഫിനോട് പറഞ്ഞു, ഞാൻ കുർബാനയിലുടനീളം ഞാൻ ഡാനിലച്ചനെ ഓർക്കുമായിരുന്നു. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, അയ്യോ ഞാനും, എനിക്ക് ഡാനിലച്ചൻ്റെ മുഖം ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക കുർബാന. ഞാൻ ഓർത്ത് എന്നെ ഡാനിലച്ചൻ്റെ മുഖം ഓർമ്മ വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് അച്ഛനോട് ചോദിച്ചാലോ, നമ്മുടെ ഈ പ്രോപ്പർട്ടി വിറ്റ പണം അച്ഛന് കൊടുത്താൽ അച്ഛൻ വാങ്ങുമോ എന്ന് ചോദിച്ചാലോ. അപ്പോൾ അവരെന്നോട് ചോദിക്കുകയാണ്, അച്ഛാ ഞങ്ങളുടെ പ്രോപ്പർട്ടി വിറ്റ പണം ഞങ്ങളുടെ കയ്യിലുണ്ട്, അച്ഛൻ വാങ്ങുമോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി എന്തും വാങ്ങുന്നൊരവസ്ഥയിലാണ് ഞാൻ. ചോദിക്കാൻ പാടില്ലെന്നേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, വാങ്ങുന്നതിന് ഒരു തടസ്സമില്ല, യാതൊരു തടസ്സമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ബലിപീഠത്തിൽ പിടിച്ചാൽ കർത്താവ് ഇറങ്ങി വരുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ അവരാകുലപ്പെട്ട്, നിരാശപ്പെട്ട്, തകർന്ന്, വിഷമിച്ച്, തർക്കിച്ച്, വാദിച്ച് അങ്ങനെ പോകുമ്പോൾ കർത്താവ് ഒരു കുർബാന അർപ്പിച്ചിട്ട് അവരെ ജെറുസലേമിലേക്ക് തിരിച്ചു വിടുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ.